ഹലോ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് 10ാമത്തെ ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നതിലേക്ക് കടക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങൾക്കൊരു PDF കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ PDF-ൽ 10ാമത്തെ ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതുപോലെ നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തെർമോഡൈനമിക്സ് എന്നുള്ള ചാപ്റ്ററുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ PDF ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മുടെ 10ഉം 11ഉം ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒറ്റ PDF ആണ് നിങ്ങൾക്ക് എന്തായിട്ടുള്ളത്, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നോക്കൂ, ആ PDF-ൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ അധ്യായമായി അതിൽ കൊടുത്തിരിക്കുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നതാണ്. അതായത് ഹീറ്റ് എന്ന ഫെനമനൻ, അതിൻ്റെ ബേസിക്സ്, പിന്നെ തെർമോഡൈനാമിക്സ്, പിന്നെ ആ PDF-ൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 14ാമത്തെ ചാപ്റ്റർ എന്ന പേരിൽ കൊടുത്തിരിക്കുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ 10ാമത്തെ, നിങ്ങളുടെ മെറ്റീരിയലിലെ 10ാമത്തെ ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? ഈ 13ാമത്തെ, അതായത് നിങ്ങളുടെ PDF-ൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗവും അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, ഓക്കെ, നിങ്ങളുടെ PDF-ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്നുള്ള പോർഷനും കൂടി ചേർത്താണ് നമ്മൾ ഈ 10ാമത്തെ ചാപ്റ്ററായ, നിങ്ങളുടെ മെറ്റീരിയലിലെ 10ാമത്തെ ചാപ്റ്ററായ ഹീറ്റ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഡിസ്കസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ കുറച്ച് പോർഷനും അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിലെ പോർഷനുകളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് ഹീറ്റ്, അതുപോലെ ഹീറ്റിന്റെ ഡെഫിനിഷൻ എന്ന കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അതാണ് ബേസിക്കലി ഹീറ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നോക്കൂ, ഹീറ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂളാണ്, എനർജിയുടെ യൂണിറ്റായ ജൂളാണ്. അതുപോലെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് കാലറി. ഹീറ്റിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് കാലറി. നോക്കൂ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലറി എത്ര ജൂളാണ്? ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.18 ജൂളാണ്. 4.18 ജൂൾ. അത് മറന്നു പോകരുത്. ഒരു കാലറി എന്നത് 4.18 ജൂളാണ്. ഓക്കെ, നോക്കൂ, അടുത്തതാണ് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്. ഇത് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യില്ല, പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അനുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്. നോക്കൂ, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ വർക്കിനെ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്നത് എന്താണ്, എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്, ദ റേഷ്യോ വർക്ക് ഡൺ ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. അതായത് ഒരു പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ക്യൂ അല്ലെങ്കിൽ W/Q ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു J. അപ്പോൾ J ആണ് നിങ്ങൾ മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് മെക്കാനിക്കൽ എനർജി ഹീറ്റായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത വർക്ക് എത്രയാണോ ഡിവൈഡഡ് ബൈ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഹീറ്റ് എത്രയാണോ അതിന്റെ റേഷ്യോ എടുക്കുക. അത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്. ഓക്കെ, ഇനി നോക്കൂ, അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി. നോക്കിക്കേ, വളരെ ബേസിക് ആയി ഡെഫിനേഷൻ വായിച്ചു നോക്കൂ. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് PDF വായിച്ചിട്ട് വന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ത്രൂ 1 Kelvin degree ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ബോഡി. അതായത് ഒരു വസ്തു അത് എത്രയോ മാസ് ആയിക്കൊള്ളട്ടെ, ആ വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഡിഗ്രി റേസ് ചെയ്യാൻ നിങ്ങൾ എന്തുമാത്രം ഹീറ്റ് കൊടുക്കുന്നു എന്നതാണ് ആ വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി. അപ്പൊ നോക്കൂ, തെർമൽ കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അത് ജൂൾ പെർ കെൽവിൻ ആണ്. അതായത് എനർജി ബൈ ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ, അതിന്റെ ഡയമെൻഷൻ നോക്കുക. ml² T⁻², എനർജി ബൈ കെൽവിൻ ആണ്. θ⁻⁻1 അല്ലെങ്കിൽ ഇത് T ടൈം ആണ് കേട്ടോ. കാര്യം രണ്ട് ടെമ്പറേച്ചറിനും ടൈമിനും T കൊടുത്താൽ കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചറിന് തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, അടുത്തതായി പറയാനുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ശ്രദ്ധിക്കൂ, ദ പ്രോഡക്റ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ആറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഗീവ്സ് ദ ഹീറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് നോക്കൂ, Q ബൈ
ഡെൽറ്റ തീറ്റ. ക്യൂ എന്താണ്? നിങ്ങൾ കൊടുത്ത എനർജി അല്ലെങ്കിൽ ഹീറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഇനി നോക്കൂ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഒരു നിശ്ചിത മാസ് ഉള്ള വസ്തുവിനെ അല്ലെങ്കിൽ ഒരു നിശ്ചിത മാസിനെ അതിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഡിഗ്രി റേസ് ചെയ്യാൻ നിങ്ങൾ എന്തുമാത്രം ഹീറ്റ് കൊടുത്തു എന്നതാണ് എന്ത്? ആ വസ്തുവിന്റെ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി. എന്നാൽ ഒരു യൂണിറ്റ് സബ്സ്റ്റൻസിനെ, അതായത് ഒരു യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ നിങ്ങൾ കൊടുത്ത ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് എം മാസിനെ റൈസ് ചെയ്യാൻ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ നിങ്ങൾ കൊടുത്ത ഹീറ്റ് എന്താണോ അത് ഹീറ്റ് കപ്പാസിറ്റിയും. എന്നാൽ ആ എം മാസിന് പകരം ഒരു യൂണിറ്റ് മാസിനെ, ആ വസ്തുവിന്റെ ഒരു യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനിഷൻ? ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ നോക്കൂ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ബോഡിയുടെ നേച്ചറിനെയും അതിന്റെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ്, അതിനെ നിങ്ങൾ സി എന്ന് സൂചിപ്പിക്കാം. സി എന്നോ നൊട്ടേഷനുകൾ പല രീതിയിൽ സൂചിപ്പിക്കാം. അപ്പൊ ഇവിടെ സി ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സി ഇസ് ഈക്വൽ ടു എം ഇങ്ങ് താഴെ വരുമ്പോൾ എന്ത് കിട്ടും? ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് എന്ന് കിട്ടും. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ നോക്കൂ, ഈ സി ആണ് സ്പെസിഫിക് ഹീറ്റ് എങ്കിൽ എം ഇങ്ങ് താഴെ വരുന്നു സങ്കല്പിക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? ക്യൂ ഡെൽറ്റ തീറ്റ ഇൻറ്റു എം. അപ്പൊ നോക്കൂ, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ കെൽവിൻ പെർ മോൾ അല്ലെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ മാസിന്റെ യൂണിറ്റ്. അപ്പോൾ അതാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ബാക്കി നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് എന്താണ് ടെമ്പറേച്ചർ എന്നാണ്. നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിന്റെ ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് എന്തുമാത്രം ഉണ്ട് എന്നതിന്റെ അളവാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, 2 വസ്തുക്കൾ തെർമൽ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് എന്താ? എപ്പോഴായിരിക്കാം? ആ 2 വസ്തുക്കളുടെയും ടെമ്പറേച്ചർ സെയിം ആകുമ്പോൾ ആ 2 വസ്തുക്കളും തെർമൽ ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യില്ല? ഹീറ്റ് ഫ്ലോ ചെയ്യില്ല. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, SI യൂണിറ്റ് കെൽവിൻ ആണ്. അതുപോലെ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി എത്രയാണ്? 310.15 കെൽവിൻ അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയും. നോക്കൂ, സെൽഷ്യസ്, ഫാരൻ ഹീറ്റ്, കെൽവിൻ മുതലായവ വ്യത്യസ്ത ടെമ്പറേച്ചർ സ്കെയിലുകളാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്കും അതുപോലെ കെൽവിനിൽ നിന്നും ഫാരൻ ഹീറ്റിലേക്കും ഒക്കെ ഉള്ള കൺവേർഷനുകളാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സെന്റിഗ്രേഡ്, അതുപോലെ ഫാരൻ ഹീറ്റ്, കെൽവിൻ, പിന്നെ 2 സ്കെയിലുകളും കൂടിയുണ്ട്, റൂമർ സ്കെയിൽ, അതുപോലെ റാങ്കൈൻ സ്കെയിൽ. ഇതെല്ലാം വ്യത്യസ്ത ടെമ്പറേച്ചർ സ്കെയിലുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ ഫാരൻ ഹീറ്റ്, കെൽവിൻ മുതലായവ പരസ്പരം എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നത് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ബേസിക് തിയറിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തതാണ്? നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമുക്കത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നുകൂടി എംഫസൈസ് ചെയ്യാനോ ഒക്കെ നമുക്ക് സമയപരിമിതി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്ക് മാറ്റുന്നു, കെൽവിനിൽ നിന്നും ഫാരൻ ഹീറ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഈ 3 സ്കെയിലുകളിൽ നിന്നും പരസ്പരം എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഒരു ഫോർമുലയിലൂടെ പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് C-0/100 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് C/100 ആണ്. C/100 ഈക്വൽ ടു F-32 F-32. ഞാനിത് എഴുതുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നോക്കി, നിങ്ങൾ പഠിക്കേണ്ടതായി ഈ ഫോർമുലയാണ്. ഇല്ലെങ്കിൽ ഇതിന് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല നിങ്ങളുടെ പ്രോബ്ലം ഡിസ്കഷൻ സെഷനിൽ വരുമ്പോൾ ആദ്യത്തെ 1-2 ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെൽഷ്യസിൽ നിന്നും സെന്റിഗ്രേഡിൽ നിന്നും അല്ലെങ്കിൽ സെൽഷ്യസിൽ നിന്നും ഡിഗ്രി ഫാരൻ ഹീറ്റിലേക്ക് എങ്ങനെ മാറ്റുന്നു, അതുപോലെ സെൽഷ്യസിൽ നിന്നും കെൽവിനിലേക്ക് മാറ്റുന്നു, കെൽവിനിൽ നിന്നും ഫാരൻ ഹീറ്റിലേക്ക്, ഫാരൻ ഹീറ്റിൽ നിന്നും കെൽവിനിലേക്ക്, അങ്ങനെ പരസ്പരം കൺവേർട്ട് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോക്കൂ,
ഇനി നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. തെർമോമീറ്ററുകളെ കുറിച്ച് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്തത് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ഒരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇത് വായിക്കൂ. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? വെൻ മാറ്റർ ഈസ് ഹീറ്റഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഇറ്റ് യൂഷ്വലി എക്സ്പാൻഡ്സ്. അപ്പൊ നോക്കൂ, മാറ്ററിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു, അതിന്റെ അവസ്ഥ മാറാതെ, അതായത് ഇപ്പൊ സോളിഡിനെ ലിക്വിഡ് ആക്കാതെ നിങ്ങൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് യൂഷ്വലി അതിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഷൻ നടക്കുന്നു. ആ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സോളിഡുകളുടെ കേസിൽ മിനിമം ആയിരിക്കും, ഗ്യാസുകളുടെ കേസിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഗ്യാസുകളുടെ കേസിൽ മാക്സിമവും സോളിഡുകളുടെ കേസിൽ മിനിമവും ആയിരിക്കും. അപ്പൊ നോക്കൂ, സോളിഡുകൾക്ക് 3 രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു സോളിഡിന്റെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യാം, ലെങ്ത് കൂടാം. അപ്പൊ എന്താണ്? ലീനിയർ എക്സ്പാൻഷൻ സംഭവിക്കാം. അതുപോലെ അതിന്റെ ഏരിയയ്ക്ക് വ്യത്യാസം വരാം. അപ്പോൾ 2 ഡയമെൻഷണൽ എക്സ്പാൻഷൻ ആണ്, അതിനെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നു. അതുപോലെ 3 ഡയമെൻഷണൽ എക്സ്പാൻഷൻ ഉണ്ട്, അതിനെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നു, വോളിയം എക്സ്പാൻഷൻ. അപ്പൊ നോക്കിക്കേ, എന്താണ് ലീനിയർ എക്സ്പാൻഷൻ? ലീനിയർ എക്സ്പാൻഷന്റെ ഫോർമുല അല്ലെങ്കിൽ ഈ തിയറി പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ബേസിക്കായി ഇങ്ങനെ പറയാം. നോക്കൂ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അത് ടെമ്പറേച്ചർ ചേഞ്ചിന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എടുത്ത ഒരു നീളമുള്ള ഒരു ദണ്ട് അല്ലെങ്കിൽ ഒരു റോഡ്, അതിന്റെ ഇനിഷ്യൽ ലെങ്ത് L0 ആയിരുന്നു, ഇനിഷ്യൽ ടെമ്പറേച്ചർ T0 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ ഹീറ്റ് കൊടുത്തപ്പോൾ ആ ടെമ്പറേച്ചർ എന്തായി? കൂടി T1 ആകുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ്? T1 മൈനസ് T0. ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആ വസ്തുവിന് ഉണ്ടായി. അപ്പൊ നോക്കൂ, ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ L0 എന്ന ഈ ലെങ്ത് L1 ആയി മാറാം. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? L1 മൈനസ് L0. അതാണ് ഡെൽറ്റ L. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? അത് ടെമ്പറേച്ചർ ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിത് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കൂ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ആണ് ആൽഫ എന്ന ഇത്. അപ്പൊ നോക്കൂ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L ഇസിക്കൽ എന്താണ്? അപ്പോൾ L0 ഇൻറ്റു ഡെൽറ്റ T ഇൻറ്റു ആൽഫ. ഇവിടെ കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്നു. അപ്പൊ എന്ത് കിട്ടും? L0 ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ T. അപ്പൊ ഫൈനൽ ലെങ്ത് L1 അല്ലെ? L ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ T എന്ന് കിട്ടും. ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാലും അത് ഇതിൽ നിന്നും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് ഒറിജിനൽ ലെങ്ത് ആണ്, ഡെൽറ്റ T ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇനി അതുപോലെയാണ് ചേഞ്ച് ഇൻ ഏരിയ. കറസ്പോണ്ടിങ് എങ്ങനെ എഴുതാം? A ഈക്വൽ ടു A0 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ T. ഇതെന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അതിന്റെ ഫോർമുല അറിയണം. കാര്യം ഡെൽറ്റ A ഇസിക്കൽ ടു A0 ഇൻറ്റു ബീറ്റ ഇൻറ്റു ഡെൽറ്റ T ആണ്. നേരത്തെ നമ്മൾ എഴുതിയ പോലെ പ്രൊപ്പോർഷണൽ റിലേഷൻ ഇവിടെ എഴുതാം, അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ A ഇസിക്കൽ ടു A0 ഇൻറ്റു ബീറ്റ ഡെൽറ്റ T. ബീറ്റയാണ് കോയിഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പൊ ബീറ്റയ്ക്കുള്ള ഫോർമുല എഴുതുക. ഓക്കെ, അടുത്തത് വോളിയം എക്സ്പാൻഷൻ ആണ്. വോളിയം എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെയാണ്. എന്താണ്? ഡെൽറ്റ V ഇസിക്കൽ ടു V0 ഇൻറ്റു ഗാമ ഡെൽറ്റ T. ഗാമ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയി എഴുതി പഠിപ്പിക്കാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സഹിഷ്ണുതയോടെ ഇത് വായിച്ച് മനസ്സിലാക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നോക്കൂ, ഫൈനൽ വോളിയം എങ്ങനെ എഴുതാം? ഫൈനൽ വോളിയം V ഇസിക്കൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ T. അപ്പൊ നോക്കൂ, കോയിഫിഷ്യന്റ് വോളിയം എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അതുപോലെ ഈ 3 കോയിഫിഷ്യന്റും തമ്മിലുള്ള ഈ റിലേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രത്യേക സോളിഡിന് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോയിഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ തമ്മിലുള്ള റിലേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കാണാതെ പഠിക്കുക. അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞ ഫോർമുലകളും ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയി പഠിക്കാം. നോക്കൂ,
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് നമ്മൾ കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഒരു ഒബ്ജക്റ്റിന്റെ യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യിക്കുവാൻ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എത്രയാണോ അതാണ് ആ മെറ്റീരിയലിന്റെ, അതായത് ആ ബോഡി നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ. എന്നാൽ തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എം മാസുള്ള ഒരു നിശ്ചിത മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ്. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയോ ആ നിശ്ചിത മാസുള്ള സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ 1 യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റാണ് ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ നോക്കൂ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? നിങ്ങൾ കൊടുക്കുന്ന എനർജി പെർ യൂണിറ്റ് മാസ് പെർ യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ യൂണിറ്റ് എന്ത് വരും? ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്, ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ഇനി ഡയമെൻഷൻ നോക്കിക്കേ, എങ്ങനെ കണ്ടുപിടിക്കുന്ന ഡയമെൻഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. L² T⁻² θ⁻1. തീറ്റ ടെമ്പറേച്ചർ ആണ്. നോക്കൂ, ഇത് ടൈം ആണ്, ഇത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയോ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ മാസിന് വരെ എന്ത് എടുക്കണം? മോൾ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മോൾ, മ്യൂ ആണ് മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ SI യൂണിറ്റ് എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അതിന്റെ ഡയമെൻഷനും ഇത് തന്നെയാണ്. ഓക്കെ, ml² T⁻² θ⁻1 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഈ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. സോളിഡുകളുടെയും ലിക്വിഡുകളുടെയും സ്പെസിഫിക് ഹീറ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് ത്രൂ എ സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇറ്റ്സ് വോളിയം റിമെയിൻസ് മോർ ഓർ ലെസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു സോളിഡിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ കുറഞ്ഞ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുത്തുവാൻ വേണ്ടി ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം എന്ത് ചെയ്യുന്നു? ഏകദേശം കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കുന്നു. അപ്പോൾ വോളിയത്തിന്റെ കേസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്താണ്? അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും വോളിയം ഏകദേശം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാം സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയാം. ഓക്കെ, അത് സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, അടുത്തത് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ CV എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ CV ഇൻക്രീസസ് ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാൾഡ് ഡിവൈസ് ടെമ്പറേച്ചർ ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. അപ്പൊ നോക്കി, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസസ്, ഡിക്രീസസ്, സ്റ്റേസ് ദ സെയിം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റിന്റെയും മോളാർ സ്പെസിഫിക് ഹീറ്റിന്റെയും ഒക്കെ ഡയമെൻഷനുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. യൂണിറ്റുകൾ മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തു വയ്ക്കേണ്ട ചില വാല്യൂകളാണ് ഈ പറയാൻ പോകുന്നത്, മറക്കരുത്. നോക്കൂ, ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? ഐസ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാല്യൂ ആണ് 0.5 കാലറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? 0.5 ആണ്. ഏത് സിസ്റ്റത്തിലാണ്? CGS സിസ്റ്റത്തിൽ 0.5 കാലറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതുപോലെ SI സിസ്റ്റത്തിലോ എന്താണ്? 500 കാലറി പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 2100 ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് പഠിച്ചു വയ്ക്കുക, പഠിച്ച് ഉറപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ. കാര്യം പല പ്രോബ്ലംസിലും നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത നമുക്ക് പറയാനുള്ളതാണ്
വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ്, അതിന്റെ വ്യത്യസ്ത യൂണിറ്റുകൾ നിങ്ങൾക്ക് നോക്കി. ഒരു കാലറി പെർ ഈ യൂണിറ്റ് സിസ്റ്റത്തിൽ ഒന്നാണ് വാല്യൂ, കാലറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, അത് 1000 കാലറി പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആവും. അത് ഇങ്ങനെ വരും. ഇനി നോക്കൂ, SI സിസ്റ്റത്തിൽ എന്താണ്, ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലോ 4200 ആണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കുറഞ്ഞ് 37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ മിനിമമായി പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇനിഷ്യലി എന്ത് സംഭവിക്കുന്നു, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കുറയുന്നു, 37 ഡിഗ്രി സെൽഷ്യസിൽ അത് മിനിമം ആകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അടിവരയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് മിക്സ്ചേഴ്സ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാനില്ല, ഇല്ലെങ്കിൽ എന്താണ് ഹീറ്റ് ഇൻ കേസ് ഓഫ് മിക്സ്ചേഴ്സ്. രണ്ട് വസ്തുക്കൾ, അതായത് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലായ രണ്ട് വസ്തുക്കൾ മിക്സ് ചെയ്യുമ്പോൾ ആ റിസൾട്ടിങ് മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ എത്രയാവും എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പ്രത്യേക ടോപ്പിക്കായിട്ട് പറയുന്നില്ല, ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട്. അത് ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മെത്തേഡും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ പ്രോബ്ലം നന്നായി ഒന്ന് എഴുതി പഠിക്കുമ്പോൾ ആ മെത്തേഡും ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.